നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. നമ്മുടെ നോമ്പ് എന്താ? ഞാൻ മത്സ്യം കൂട്ടിയില്ല, മാംസം കഴിച്ചിട്ടില്ല, കോഴിയിടുന്ന മുട്ടക്കിട്ട് നോക്കിയിട്ട് പോലും ഇല്ല. എന്നിട്ട് നമ്മുടെ മുഖത്ത് അതിൻ്റെ എല്ലാ ക്ഷീണവും വരുത്തിയിട്ട് പറയും, ഈ അച്ഛ ഞങ്ങൾ നോമ്പിലാ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഓർത്തഡോക്സിലെ ഒരു അച്ഛനായ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇറച്ചി കൂട്ടുന്നതോ മീൻ കൂട്ടുന്നതോ മത്സ്യം കൂട്ടുന്നതോ ഒന്നുമല്ല, അതല്പം കൂട്ടിയാലും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ കൃത്യമായൊരു കാര്യമുണ്ട്. എന്താ? ഞാൻ എന്ന അഹന്ത, ഞാൻ ഇടറുകയില്ല എന്ന അഹംബോധത്തെ കൊല്ലണമെന്നാണ് ആദ്യം ഈ നോമ്പിൽ നമ്മൾ പഠിക്കും. പലപ്പോഴും നമുക്ക് സാധ്യമാകാത്ത, നമ്മൾ ഭക്ഷണത്തെ ഉപേക്ഷിച്ചിട്ടും അണിയുന്ന ഏറ്റവും വലിയ വസ്ത്രം ഇതാണ്, ഞാനത് ഉപേക്ഷിച്ചുവെന്ന ധാരണയാണ്. അതുകൊണ്ട് ആദ്യമേ ഈ നോമ്പിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികെ ചെന്നിട്ട് ഒരു കത്തിയെടുത്ത് അവനവനെ തന്നെ ഒന്ന് മുറിപ്പെടുത്താൻ, കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ ആദ്യം നടത്തുന്നത്. അതിനാണ് ഉദാഹരണമായി പത്രോസിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാ? കർത്താവ് വിളിച്ച നാൾ മുതൽ വളരെ ആവേശത്തോടുകൂടി ചെന്ന ശിഷ്യനാണ് പത്രോസ്. ഒരു വേള കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, ശിഷ്യന്മാരെല്ലാവരും നിൽക്കുക, അവരോട് ചോദിച്ചു, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എൻ്റെ കൂടെ നടക്കുന്നവരല്ലേ? ആരും പെട്ടെന്ന് മിണ്ടിയില്ല. പത്രോസ് മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാകുന്നു. കർത്താവിൻ്റെ മറുപടി, പത്രോസേ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത്. പിന്നീട് പത്രോസ് നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. കാരണം ഞാൻ ആരാ? സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാ. 12 പേരിൽ സമഭാവനയോടുകൂടി നടന്ന പത്രോസ് പിന്നീട് പറഞ്ഞു, 11 പേരും എൻ്റെ ജൂനിയേഴ്സാ, എൻ്റെ പുറകെ നടന്നാൽ മതി. അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അഹന്തയായിരുന്നു അത്. ഞാൻ ആരാണ്? സ്വർഗീയ വെളിപാട് ലഭിച്ച മനുഷ്യൻ. ഈ അഹന്തയിലാണ് പിന്നീട് പത്രോസ് അത്രയും മുന്നോട്ട് പോകുന്നത്. അടുത്ത വരികളിലൂടെ നമ്മൾ കടക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. തനിക്ക് നേരിടുവാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ചും വ്യഥകളെക്കുറിച്ചും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പം ശിഷ്യന്മാരെല്ലാവരും മൗനം പൂണ്ടു നിൽക്കുമ്പം പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, ഞാൻ അവനെ ഒന്ന് പോയി ഉപദേശിക്കട്ടെ. കാരണം ഞാൻ ആരാ? സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാ. കർത്താവിൻ്റെ അരികെ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇത് ഭവിക്കരുത്. ഉടനെ കേൾക്കുന്ന മറുപടി എന്താ? സാത്താനെ എൻ്റെ പിന്നിലേക്ക്. പത്രോസ് വല്ലാതെ ചൂളിപ്പോയി. അവൻ്റെ അഹത്തെ ദൈവം വല്ലാതെ പ്രഹരിക്കുക. കാരണം അവൻ്റെ അഹംബോധത്തോടുകൂടിയുള്ള ക്രിസ്തുവിൻ്റെ അരികിലുള്ള നിൽപ്പിൽ തന്നെ ഒരു പിശക് ഗുരു കണ്ടെത്തി. അവനെ ശാസിച്ച് മാറ്റി നിർത്തുമ്പം 11 പേരും നോക്കി നിൽക്കുകയായിരുന്നു. ചേട്ടായി, ഇങ്ങോട്ട് വാ, ഞങ്ങളുടെ പുറകിലോട്ട് നിന്നോളാൻ പറഞ്ഞു. പത്രോസിന് അവിടെ കൊണ്ടും അവസാനിപ്പിക്കുവാൻ ഉദ്ദേശമില്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഇനിയും അവസരം വരും. അവസരം വരുമ്പോൾ ഞാൻ എൻ്റെ സ്വർഗീയ വെളിപാടിൻ്റെ ഭാവം മുന്നോട്ട് വെക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ നാഴികയോട് അടുക്കുന്നിടത്ത് എല്ലാ ശിഷ്യന്മാരും വ്യാകുലചിത്തരായിരിക്കുമ്പം പത്രോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ആരൊക്കെ നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും ഇടറത്തില്ല. ആരൊക്കെ നിങ്കലിടറിയാലും ഞാൻ ഒരു നാളും നിങ്ങൾ ഇടറുകയില്ല. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണിത്, ഞാൻ എന്ന അഹംഭാവം. പലപ്പോഴും നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നതിന് ഒരു കാരണമുണ്ട്. എന്താ? കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന എപ്പിപ്പാനൂസ് തിരുമേനി, കാലം ചെയ്ത എപ്പിപ്പാനൂസ് തിരുമേനി, ഇപ്പോഴത്തെ നിങ്ങളുടെ തിരുമേനിയല്ല, എപ്പിപ്പാനൂസ് തിരുമേനി സരസനായൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം അരമനയിൽ കസേരയിൽ കാല് കയറ്റി വെച്ച് കാലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരച്ഛൻ തിരുമേനിയെ കാണാൻ വന്നു. അപ്പോൾ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്തോ പറ്റി? കാലപ്പെട്ട് നീരാണല്ലോ. അപ്പോൾ തിരുമേനി അച്ഛനോട് പറഞ്ഞ മറുപടി രസകരമാണ്. എൻ്റെ പൊന്നച്ചാ, കഴിഞ്ഞ ആഴ്ച എനിക്ക് 3-4 മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അവിടുത്തെ സ്വാഗത പ്രസംഗകർ എൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ പാദങ്ങളുടെ നീരിപ്പം പറ്റുന്നില്ലെന്ന് പറഞ്ഞു. നമുക്കൊരു വലിയ കുഴപ്പമുണ്ട്. എന്തെന്നില്ലാതെ മനുഷ്യനെ അങ്ങ് പുകഴ്ത്തും. എന്തെന്നില്ലാതെ മനുഷ്യരെ ഒന്നും ഉള്ളിൽ തൊട്ടിട്ടല്ല, ഉള്ളിൽ തൊട്ടുള്ള ആത്മാർത്ഥമായ അഭിനന്ദനം നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഉള്ളിൽ തൊട്ട് സംസാരിക്കാൻ നമ്മൾ
മറന്നുപോയി. നമ്മളൊക്കെ ബാഹ്യമായിട്ടാണ് മനുഷ്യരെ പ്രീതിപ്പെടുത്താനായിട്ട് ഉള്ളിൽ തട്ടാത്തതൊന്നും പുറത്തേക്ക് പറയാൻ ശ്രമിക്കരുത്. പത്രോസിനെ പറ്റിപ്പോയ കുഴപ്പവും അത് തന്നെയാ. അവൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ആർജവത്വമില്ല. പക്ഷേ അഹംബോധത്തിൽ വേരൂന്നി മറ്റു ശിഷ്യന്മാരുടെ മുൻപിൽ ആളാകണമെന്ന ആഗ്രഹത്തോടുകൂടി മുൻപേ പുറപ്പെട്ടവനായിരുന്നു ആര്? പത്രോസ്. അതുകൊണ്ട് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഈവാനു സിനിമേനെ എപ്പോഴും പറയും, ആളാകണമെന്ന ആഗ്രഹമാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പാപം. ആത്മീയ ജീവിതത്തിൽ നിങ്ങളെല്ലാം ഇനി കുമ്പസാരിക്കാൻ വരിയായി പോകാനിരിക്കുക. ഇപ്പോഴേ ഓർക്ക് അച്ഛൻ്റെ അടുക്ക് ചെന്ന് എന്തെല്ലാം നുണ പറയണം. കഴിഞ്ഞ വർഷം പറഞ്ഞതിൻ്റെ റിപ്പീറ്റ് അടിക്കാനല്ല കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, വീണിടത്ത് നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി എഴുന്നേൽക്കാൻ പരിശ്രമിച്ചു എന്ന് പറയാനാ, ചെയ്തതിനെ ആവർത്തിച്ചു എന്ന് പറയാനല്ല. മറിച്ച് വീണിടത്ത് നിന്ന് ഞാൻ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുകയെങ്കിലും ചെയ്തു എന്ന് പറയാൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും ആവർത്തിക്കാൻ അങ്ങോട്ട് പോകരുത്. പത്രോസിന്റെ ജീവിതത്തിന്റെ അഹന്തയിൽ വേരൂന്നിയ ആളാകണമെന്ന ആഗ്രഹമാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയത്. അവിടെയാണ് നാം വായിക്കുന്നത്, മൂന്നാവർത്തി തള്ളിപ്പറയുന്ന പത്രോസിനെ നാം കാണുന്നത്. അതിലൊരു വേള പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുക്കളോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനോട് ഒരു വേലക്കാരത്തി സ്ത്രീ, പറയത്തക്ക അവനെ പേടിപ്പിക്കത്തക്ക സമൂഹത്തിൽ വലിയ അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീ അവനോട് ചോദിച്ചു, നീയും ആ ഗലീലക്കാരൻ്റെ കൂടെ? പക്ഷെ ഒരു വേലക്കാരത്തിയുടെ മുൻപിൽ പോലും, ഒരു സാധാരണ സ്ത്രീയുടെ മുൻപിൽ പോലും ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുക പോലുമില്ല. അതാ ഉള്ളിൽ തട്ടിലല്ലാത്ത സംസാരങ്ങളുടെ പ്രതിഫലനമായി കാണുന്നത്. ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് വല്ലാതെ ഇടറിപ്പോകുന്നത് വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പക്ഷെ ക്രിസ്തു അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കർത്താവിൻ്റെ മരണവും പുനരുദ്ധാനവും കഴിയുന്ന സന്ദർഭത്തെ യോഹന്നാൻ രേഖപ്പെടുത്തുമ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശിഷ്യന്മാരിൽ ചിലർ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. നോമ്പെടുത്തവരാ, കുമ്പസാരിച്ചവരാ, കഷ്ടാനുഭവിച്ച് കൂടിയവരാ, ഈസ്റ്ററിന് വലിയ പോത്തിനെ മേടിച്ച് കറി വെച്ച് കൂട്ടിയവരുവാ. പക്ഷെ അവർ കർത്താവ് പോയിപ്പോയെന്ന് കണ്ടപ്പം പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. അവരെന്താ ചെയ്തത്? തങ്ങളുടെ പഴയ ഉദ്യോഗം തിരഞ്ഞെടുത്തു പോയതാ. പക്ഷെ വേദപുസ്തകം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ ഭാഗത്തെ, രാവെളുക്കുവോളം അവർ പോയവരാരും ചില്ലറക്കാരല്ല, നല്ല മുക്കുവന്മാരാ, പേര് പറഞ്ഞ മുക്കുവന്മാരാ, കടലറിയാവുന്ന, കടലിന്റെ ആഴമറിയാവുന്ന, മത്സ്യത്തിന്റെ ഗതി അറിയാവുന്ന, കാറ്റും കോളും അറിയാവുന്ന ശിഷ്യന്മാരാ. പക്ഷെ രാവെളുക്കുവോളം അവർ അധ്വാനിച്ചിട്ടും ഞങ്ങളുടെ കോട്ടയം ഭാഷയെ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും അവർക്ക് കിട്ടിയില്ല. രാവെളുക്കുവോളം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവിടെയാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, കടൽക്കരയിൽ കർത്താവ് തീക്കനൽ കൂട്ടി ഈ പത്രോസിനെയും സഹശിഷ്യന്മാരെയും കാത്ത് നിന്നു. നമ്മൾ ഓർക്കരുത്, നമ്മുടെ കഴിവോ നമ്മുടെ പൊക്കമോ നമ്മുടെ വണ്ണമോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ ശരീരഘടനയോ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയോ ഒന്നും കണ്ടിട്ടല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഒന്ന് മാത്രമേ നോക്കത്തുള്ളൂ, നമ്മുടെ ബലഹീനത. അതുകൊണ്ടാണ് പഴയ പള്ളികൾ കണ്ടാൽ അറിയാം, അതിൻ്റെ മദ്ബഹ പണിയുന്നതിനൊരു ഘടനയുണ്ട്. എന്താ? ഏകദേശം നമ്മുടെ നെഞ്ച പൊക്കത്തിലായിരിക്കും ആ മദ്ബഹ, വലിയ ആർച്ചുമായിരിക്കും, വളരെ ഇടുക്കമുള്ളൊരു സ്ഥലമായിരിക്കാം. അതിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പുരോഹിതൻ ആദ്യം പറയും, നമുക്ക് നമസ്കരിക്കാം. മലയാളത്തിൻ്റെ പുലിയാണ് നിങ്ങളുടെ വികാരി. എൻ്റെ വിചാരം ശരിയാണെങ്കിൽ നമസ്കരിക്കാമെന്ന അർത്ഥത്തിന് ഇതെൻ്റേതല്ല എന്ന് അഡ്മിറ്റ് ചെയ്യുക എന്നൊരു കൂടെ അർത്ഥമുണ്ട്. ഞാൻ ഏതുമല്ല എന്ന് സമ്മതിക്കുന്ന ഒരു വാക്കാണത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ആദ്യം പറയേണ്ട വാക്കെന്താണ്? ഞാൻ ഏതുമല്ല എന്ന. അവിടെയാണ് തീക്കനൽ കൂട്ടി കർത്താവ് തൻ്റെ മക്കളെ തിരക്കി, നഷ്ടപ്പെട്ടു പോയതെന്ന് നമ്മൾ പറയുന്ന ശിഷ്യന്മാരെ തിരക്കി കടൽക്കരയിൽ കാത്തു നിൽക്കുന്നത്. അവരുടെ ബലം കണ്ടതുകൊണ്ടല്ല, അവരുടെ ബലഹീനത കണ്ടതുകൊണ്ടാ. ബലഹീനരെ തിരഞ്ഞെടുത്ത് ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളെങ്കിൽ. അല്ലെങ്കിൽ ഈ കൊതുക് പോലത്തെ അച്ഛനൊന്നും ഈ കറുത്ത കുപ്പായിട്ട് നിൽക്കത്തില്ലായിരുന്നു.
ക്രിസ്തു അവരെ വീണ്ടെടുക്കാൻ നിൽക്കുന്നിടത്ത് പത്രോസ് കർത്താവിനെയും അവൻ്റെ അത്ഭുതത്തെയും കണ്ടിട്ട് ആദ്യം ഭൂതമെന്ന് പറഞ്ഞു, പിന്നീട് അറിയുന്നുണ്ട് അത് കർത്താവാ. കടൽക്കരയെ നടന്നു വരുന്ന കർത്താവിനെ കണ്ടിട്ട് ഭൂതമെന്ന് വിളിച്ചു പറഞ്ഞവനാണ് പത്രോസ്. ഇവിടെ കർത്താവിനെ തിരിച്ചറിയുന്നിടത്ത് പത്രോസ് നഗ്നനായിരുന്നതുകൊണ്ട് അവൻ അരയിലൊരു തുണി ചുറ്റി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഗുരുവിൻ്റെ അടുക്കൽ വന്നു. എനിക്ക് വേദപുസ്തകത്തിൽ വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗം അടുത്തത്. ആ തീക്കനലിൻ്റെ അരികെ അവൻ പിടിച്ച മീനും കർത്താവ് ഒരുക്കിയ അപ്പവുമായി അവർ ഒരുമിച്ചിരുന്നു. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നു? എന്നെ കേൾക്കുന്ന 600 മംഗലം ദേശത്തെ എല്ലാ സഹോദരീ സഹോദരന്മാരുമേ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഇതൊക്കെ ചുമ്മാ കെടുമ്പ പറയാന്നുള്ളതല്ലാതെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പം ഇതൊന്നുമല്ല നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നുള്ള വലിയൊരു സത്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് ചില തീക്കനലുകളെ നമ്മുടെ ജീവിതത്തിൽ തരും. അതൊരു പക്ഷേ നമ്മുടെ ഉറ്റവരുടെ, നമ്മുടെ ബന്ധുജനങ്ങളുടെ വേദനയാകാം, രോഗമാകാം, സാമ്പത്തികമായ ഞെരുക്കമാകാം, അവിശ്വസ്തരായ ജീവിത പങ്കാളിയാകാം, ചൊവ്വില്ലാത്ത മക്കളാകാം. നമുക്ക് വേദനയെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തെ ചൂടെടുപ്പിക്കേണ്ടതിന് ഒരു ചെറിയ തീക്കനൽ ദൈവം നമ്മുടെ ജീവിതത്തിനരികെ കൂട്ടും. പക്ഷെ ദൈവത്തോട് പരാതിപ്പെടരുത്. എന്തിനാണ് ദൈവം ആ തീക്കനൽ കൂട്ടി കാത്തിരിക്കുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയാനാ. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉടനെ പത്രോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം, ഊവ കർത്താവേ, ഞാൻ നിന്നെ പലപ്പോഴും ജീവിതത്തിൽ ഭൗതികമായ അഭിവൃദ്ധികളുടെ നടുവിൽ മാത്രമാണ് നമ്മൾ ഈ വാചകം പറയാറ്. എൻ്റെ ദൈവം എനിക്ക്, അതുകൊണ്ടാണ് സ്വിഫ്റ്റ് കാറ് മേടിക്കുമ്പം വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതും ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിന്റെ രോഗം വരുമ്പം, സാമ്പത്തികമായ ഞെരുക്കം വരുമ്പം, നിന്റെ ജീവിതത്തിൽ ഒരു കലഹമുണ്ടാകുമ്പം നീ നിന്റെ നെഞ്ചത്തിൽ എഴുതണം ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം തന്ന എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തുമാത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് ജീവിതത്തിൽ കണ്ട ഒരച്ഛനാ ഞാൻ. എനിക്ക് ഈ കറുത്തുകുപ്പായം മേടിക്കാൻ നിവൃത്തിയില്ലാഞ്ഞൊരു കാലം എൻ്റെ വൈദിക സെമിനാരിയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് എൻ്റെ പിതാവിനോട് ചെന്ന് ചോദിച്ച്, പിതാവ് കൈമലർത്തി ഏതുമില്ലാതെ ഞാൻ തിരിച്ചെൻ്റെ സെമിനാരി ചാപ്പലിൽ വന്ന് ഇട്ടുനാളപ്പൊട്ടത്തിൽ കരഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് കലഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ കറുത്തുകുപ്പായത്തിന് മൂലധനം ഒരുക്കിയത് നിർധനയായ ഒരു വിധവയാ. അവര് തന്ന 3000 രൂപ എൻ്റെ ഈ കറുത്തുകുപ്പായത്തിന്റെ മൂലധനം. ഞാൻ ആ ദൈവത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, ദൈവം ജീവിതത്തിൽ വ്യഥകളെ തരുന്ന എന്തിനാ? ഒരിക്കലും ദൈവത്തോട് മറുതലിക്കാനല്ല, ദൈവത്തോട് കോപിക്കാനല്ല. കോട്ടയം തൊട്ട് തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ പോകാൻ ഒരുപാട് ഇടങ്ങൾ നമുക്കുണ്ട്, അല്ലേ? പല സാറന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, പല പാസ്റ്റർമാരും നമ്മുടെ ചുറ്റും വരും. എന്നിട്ട് പറയും, രോഗം മാറ്റിത്തരാം, വ്യാധി മാറ്റിത്തരാം, ഭൂതത്തെ ഒഴിപ്പിച്ചു തരാം, ഭാവിയെ ശോഭനമാക്കി തരാം. നിങ്ങളുടെ ബോധം വരെ ഞാൻ വേണമെങ്കിൽ, എന്നോട് കോട്ടയത്തെ ഒരു ആൻറ്റി പറഞ്ഞതാ, എൻ്റെ പൊന്നച്ച അവിടെ പോയി പ്രാർത്ഥിച്ച ആ സാറ് തലയിലോട്ട് കൈവച്ച ബോധം കെട്ടു പോകും. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ശരിക്കും വേദപുസ്തകം പഠിക്കുന്നതിന് ബോധം വരാനാണോ ബോധം കെടാനാണോ? ഞങ്ങൾക്കും ബോധം കെടുത്താൻ അറിയാം. കറുത്തുകുപ്പായം 10 ദിവസം അലക്കായിരുന്നാൽ മതി. പക്ഷെ നമുക്കിഷ്ടം ഏതാ? ബോധം കെടുന്ന. അവിടെയാണ് പറയാൻ സാധിക്കേണ്ടുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏതനുഭവത്തിൽ ദൈവം എന്നെ നടത്തിയാലും ഞാൻ പറയും, ഉവ്വ കർത്താവേ, ഞാൻ നിന്നെ. ഇത് ഇനി മുതൽ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം പറയണം, ചൊല്ലേണ്ടുന്നൊരു പ്രാർത്ഥനയുണ്ട്. നിന്റെ ഭവനത്തിലേക്ക് വന്ന ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. അതിനുശേഷം ചൊല്ലണം, ഉവ്വ കർത്താവേ, ഞാൻ നിന്നെ. ഈ സ്നേഹം കുറഞ്ഞു പോവുകയും ഭക്തി കൂടിപ്പോവുകയും ചെയ്തതാണ് ഇന്ന് നമുക്ക് പറ്റിപ്പോയ ഭക്തി. അങ്ങ് കൂടിയിട്ട് നമ്മുടെ വിചാരം 12 തിരി കൊണ്ടുവന്ന് ത്രോണോസെ വെച്ചാൽ കൈക്കൂലി കൊടുത്താൽ കർത്താവ് എന്നാ വേണേലും. നിങ്ങളുടെ 12 തിരിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് പള്ളിക്ക് കൊടുക്കാതിരിക്കേണ്ട, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മുടെ ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ഇത് രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് നമുക്ക് ആദ്യം പറയണം, എൻ്റെ അഹംബോധത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ചെന്ന്
ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ചിട്ട് പറയും, ദൈവത്തിന് ചേരാത്ത, എൻ്റെ സമസൃഷ്ടിക്ക് ഉതകാത്ത എൻ്റെ അഹത്തെ ഞാൻ കൊല്ലും, ഞാൻ മരിക്കും. 2, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ ചെന്നിട്ട് രണ്ടാമത് പറയണം, നീ മറക്കണം. എന്താണ്? നീ മറക്കണം. വേദപുസ്തകത്തിൽ ദൈവം പഴയ നിയമത്തിൽ സ്വപ്നം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ദൈവം മനോഹരമായൊരു സ്വപ്നം കാണിച്ചിട്ട് ആ സ്വപ്നവും ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തൊരു മനുഷ്യനുണ്ട്. ആരാ? ജോസഫ്. പഴയ നിയമത്തിലെ ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച സ്വപ്നം എന്താ? ജോസഫിനോട് പറഞ്ഞു, അപ്പനും സഹോദരങ്ങളും എല്ലാവരും നിന്റെ മുമ്പിൽ വന്ന് കുമ്പിടത്തക്കവണ്ണം നീ ഒരു രാജപദവി അലങ്കരിക്കും. പത്രോസിനെ പോലെ ഞെളിയാൻ പോയില്ല ആര്? ജോസഫ്. പക്ഷെ ജോസഫിന്റെ പിന്നീടുള്ള ജീവിതം, പിറ്റേ ദിവസം മുതൽ ജോസഫ് നടന്ന വഴികളൊന്നും ഒരു രാജകുമാരൻ നടക്കേണ്ടുന്ന വഴികൾ ആയിരുന്നില്ല. പൊട്ടക്കിണറിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അടിമയാക്കപ്പെട്ട അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. സഹോദരന്മാർ നിർദ്ദയം ഉപേക്ഷിക്കുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചെന്ന ദേശത്ത് അവന്റെ വിശുദ്ധിയെ അപഹരിക്കാൻ ശ്രമിക്കുകയും അവന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സ്ത്രീ മൂലം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന അനുഭവം ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ അനുഭവങ്ങളിലൊന്നും ജോസഫ് അവന്റെ സ്വപ്നത്തെ വിട്ടുകളഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് വല്ലാതെ കരഞ്ഞപ്പം ഗുരു വന്നവനോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? എന്താണ് നിനക്ക് നഷ്ടമായത്? ആഹാരമാണോ? സമ്പത്താണോ? ചെറുപ്പക്കാരൻ പറഞ്ഞു, ആഹാരമായിരുന്നെങ്കിൽ ഞാൻ ഇരുന്നേനെ, പണമായിരുന്നെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചു മേടിച്ചേനെ. ബട്ട് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡ്രീംസ്. എൻ്റെ സ്വപ്നങ്ങളെ എനിക്ക് നഷ്ടമായി പോയി. പക്ഷെ ജോസഫിന്റെ ജീവിതത്തിന്റെ വിജയമാണ് ഞാൻ പറഞ്ഞത്. ദൈവം കാണിച്ച സ്വപ്നത്തെ, ദൈവം കൊടുത്ത വാഗ്ദാനത്തെ അവിശ്വസിക്കാത്തവനായിരുന്നു ആര്? ജോസഫ്. അവൻ അടിമയാക്കപ്പെട്ടപ്പോഴും പൊട്ടക്കിണറിൽ കിടന്നപ്പോഴും കാരാഗൃഹത്തിലായിരുന്നപ്പോഴും അവനൊരു ബോധ്യമുണ്ട്, ഇതൊക്കെയും ഒരു ടെസ്റ്റ് ഡോസാ. ദൈവം എന്നോട് പറഞ്ഞതിനെ ഞാൻ ഒരു നാളും അവിശ്വസിക്കത്തില്ല. നമ്മുടെ ഒരു വലിയ പ്രശ്നമാണ് എന്ത്? അവിശ്വാസം. പക്ഷെ ജോസഫ് ദൈവത്തെ അവിശ്വസിച്ചില്ലാത്തത് കൊണ്ട് ദൈവം അവന് കാണിച്ചു കൊടുത്ത സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് വേദപുസ്തകം നമ്മോട് പറയുന്ന സത്യമാ. പക്ഷെ ജോസഫ് സിംഹാസനത്തിൽ ആരൂഢനായതിനു ശേഷം ദൈവം അവൻ അനുഗ്രഹിക്കപ്പെട്ട 2 സന്താനങ്ങളെ കൊടുത്തു. പേര് പറയാവോ? സന്തോഷം. ഒന്നാമത്തവന് ജോസഫിന് നല്ലൊരു ആൺകുഞ്ഞ് പിറന്നപ്പം ഒന്നാമത്തവനൊരു പേരിട്ടു. പേര് മനശ്ശെ. നീ മറക്കണം. വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. എന്താ നീ മറക്കേണ്ടുന്നത്? കടന്നു വന്ന വഴികളിൽ കൈപ്പായ എല്ലാ അനുഭവങ്ങളെയും നീ ഇന്ന് മറക്കണം. ഒന്നാമത്തെ പുത്രനിട്ട പേരാണ് മനശ്ശെ. രണ്ടാമത് വീണ്ടും ഒരു ആൺകുഞ്ഞ് പിറന്നു. അവനെന്താ പേരിട്ടത്? കഷ്ടതയിൽ ദൈവം എന്നെ ഉയർത്തി എന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ട് പറഞ്ഞു. രണ്ടാമത്തവന്റെ പേര് എഫ്രൈം. കഷ്ടകാലത്ത് ദൈവം എന്നെ കൈവിട്ടില്ല, കഷ്ടതയിൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തി. നിങ്ങൾക്കും മക്കളുണ്ട്. നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ എങ്ങനെ ഇട്ടത്? ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് എവിടെയേലും ഒരു ബൈബിൾ റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പേര് ഇടും. എൻ്റെ പേര് നോബിന്ന. 32 വർഷമായി ഞാൻ ഗവേഷണം നടത്തുക ഈ പേരിൻ്റെ അർത്ഥം. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ചരിത്രം ഇതാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങളെ ഒരാൾ കോട്ടയത്ത് പേരൂര് കെട്ടിച്ചിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ വാതിൽക്ക് കൂടി ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. ബസ്സിൻ്റെ പേരാണ് നോബിൻ ട്രാവൽസ്. പക്ഷെ എൻ്റെ ജീവിതവും എൻ്റെ പേരും തമ്മിലൊരു പൊരുത്തം ഉണ്ടായി. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ ഏകദേശം 6.5 വർഷമായി. ആ 6.5 വർഷം കൊണ്ട് 6 പള്ളിയിൽ ഞാനിരുന്നു. ഒരു സ്റ്റാൻഡിൽ പോലും 3 വർഷം കിടക്കാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ടല്ല കേട്ടോ. അപ്പോൾ എൻ്റെ പേരും എൻ്റെ ജീവിതവും തമ്മിൽ ഒരു പൊരുത്തേ ഉള്ളൂ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് പേരിടുന്നേ? എന്നോടൊരു വല്യച്ഛൻ ഒരിക്കൽ ചോദിച്ചു, എന്തുവാ കത്തനാര തൻ്റെ പേര്? ഞാൻ വലിയ ജാടെ പറഞ്ഞു നോബിൻ. എന്നെ വല്യച്ഛൻ പറഞ്ഞു, പട്ടിക്കിടുന്ന പേരൊക്കെയാണ് ഇപ്പോൾ അച്ഛന്മാർക്ക് ഇടുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ വികാരിയുടെ പേര് നല്ല പേരാ. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് പേരിട്ട്? ജീവിതവും ജീവിതാനുഭവവും
ദൈവം തന്ന ദാനവുമായിട്ട് എന്തെങ്കിലും അതിന് ബന്ധമുണ്ടോ? ജോസഫ് പറഞ്ഞു, കയ്പായുള്ള എല്ലാ അനുഭവങ്ങളെയും ഞാൻ മറക്കുന്നു. നമുക്ക് ചിലതിനെ മറക്കാൻ സാധിക്കണം. ഈ നോമ്പിൽ നിരപ്പാകുക, അനുരഞ്ജനപ്പെടുക എന്നൊരു വാക്ക് പറയാറുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിന് ഒരു വിഷയം കിട്ടിയതാണ് അനുരഞ്ജനം. ഞാനിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഒരു നിർവചനം മനോഹരമായി മലയാള മനോരമയിൽ വന്നു. ഇതാണ് നിർവചനം: ജനിച്ച മണ്ണിൽ നിന്ന് പരാജിതനായി തിരിച്ചു പോകാതിരിപ്പാൻ ക്രിസ്തു കാണിച്ച ഉദാത്തമവും ഉത്തമവുമായ മാതൃകയുടെ പേരാണ് അനുരഞ്ജനം. നമുക്ക് പലപ്പോഴും നോമ്പിലും അത് സാധിക്കും. നോമ്പിൽ അതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രയത്നമായതുകൊണ്ടാണ് നോമ്പിൻ്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് എന്താണെന്നറിയാവോ? എന്താ? അന്ന് പള്ളിയിൽ പോയില്ല. ശുഭക്കോനോ എന്തോ ചെയ്യണ്ടേ? പരസ്പരം കയ്യെ തോണ്ടണം അല്ലേ? എന്തിനായി തോണ്ടുന്നേ? നീ എന്നോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് വല്ലതും പഴിച്ചിട്ടുണ്ടെങ്കിൽ നീയും എന്നോട് ക്ഷമിക്കണം. ഈ പരസ്പര പൂരകമായ ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം. മറക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നു. വിൻഡിക്റ്റീവ് ട്രഷറി എന്നൊരു വാക്ക് പറയാറുണ്ട്. ദാവീദിൻ്റെ പ്രതികാര ബുദ്ധിയെ ഉദ്ദേശിക്കാനുള്ളത് പറയുന്നത്. പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടാകുന്നത്? പലപ്പോഴും നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൽ വരുന്ന ഒരു പ്രശ്നമാണ്. ജോസഫ് തൻ്റെ മകനോട് പറഞ്ഞു, നീ മറക്കണം കയ്പനുഭവങ്ങളെ. ദൈവത്തോട് നന്ദി പറയാനല്ലാതെ മനുഷ്യരോട് അതുകൊണ്ടാണ് സഹോദരങ്ങൾ വന്ന് മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുമ്പം ജോസഫ് അവരുടെ ഭയത്തെ കണ്ടിട്ട് അത് മുതലെടുക്കുകയല്ല ചെയ്തത്. മറിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞതല്ല, നിങ്ങൾക്ക് മുമ്പേ ദൈവം ഈ ക്ഷാമത്തിന് വേണ്ടി എന്നെ അയച്ചതാ. ഇതാണ് സഹോദര ബുദ്ധി എന്ന് പറയുന്നത്. ഇതാണ് സഭയും നമ്മെക്കുറിച്ച് പലപ്പോഴും പക്ഷെ നമുക്ക് ഇതിന് കഴിയാതെ പോകുന്നുണ്ട്. ഈ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയാതെ പോകുന്നുണ്ട്. അവിടെയാണ് മഹാഭാരതത്തിലൊരു അമ്മയുണ്ട്. എപ്പോഴും സ്ത്രീകളായിരിക്കുമല്ലോ ഈ പ്രാർത്ഥനയോഗത്തിനൊക്കെ കൂടുതൽ. അപ്പം അമ്മമാർ നന്നായിട്ട് കേട്ടോ. മഹാഭാരതത്തിലൊരു അമ്മയുണ്ട്. അമ്മയ്ക്ക് എല്ലാ അമ്മമാരെ പോലെ ഒരു പ്രശ്നമുണ്ട്. അമ്മ കണ്ണ് മൂടിക്കെട്ടി. അവളുടെ പേര് ഗാന്ധാരി എന്നാണ്. ഇവിടെ പല കാന്താരികൾ കാണുമായിരിക്കും, പക്ഷേ ഇത് ഗാന്ധാരി കണ്ണ് മൂടിക്കെട്ടിയതിന് പറയുന്ന ഒരു റീസൺ ഇതാണ്: ഭർത്താവിന് ആസ്വദിക്കാൻ കഴിയാത്തതൊന്നും എനിക്കും ഇപ്പം അങ്ങനെ ഒറ്റ കാന്താരി പോലും ഇല്ല. 2, അവൾക്ക് ഈ കണ്ണ് മൂടിയത് കൊണ്ടുപോയ അബദ്ധമാ. 100 മക്കളുള്ളവളായിരുന്നു. ആര്? ഇപ്പം 2 എണ്ണം ഉണ്ടായി കിടന്ന് പെടാപ്പാട് വിടുക. 100 മക്കളായിരുന്നു. പക്ഷെ ഈ 100 മക്കളെയും തിരുത്താൻ, അത് നോക്കാൻ അവളുടെ കണ്ണ് അടഞ്ഞുപോയി. എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കുഴപ്പമാണ്. എന്താ? ഈ സ്നേഹം കൂടി കഴിയുമ്പം കണ്ണിന് തിമിരം പിടിക്കും. ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഞാൻ അവരുടെ ചീഫ് വാർഡനും കൂടിയാണ്. പണ്ടൊക്കെ ഞാൻ പള്ളികളിൽ പോയി വെല്ലുവിളിച്ച് പ്രസംഗിക്കുമായിരിക്കും. ഞാൻ പെണ്ണ് കെട്ടിയിട്ട് നിങ്ങൾക്കല്ലേ മക്കളുള്ളത്, നിങ്ങൾ പഠിച്ചോന്നും പറഞ്ഞു. ദൈവം എന്നെ ശിക്ഷിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ 10-100, ഇപ്പോൾ എൻ്റെ കൂടെ 3 എണ്ണം വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചു, കഴിഞ്ഞ 2 മാസം മുമ്പ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ, എൻ്റെ മകൻ എനിക്ക് സ്വസ്ഥത തരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? അവൻ ഇപ്പോൾ ഒരു ബൈക്ക് വേണം, ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഏത് ബൈക്കാ? അപ്പോൾ പറഞ്ഞു, ഇപ്പോഴത്തെ പുതിയ ഡ്യൂക്ക് മേടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, അത് മേടിച്ചു കൊടുത്താലും 4ാം പോക്ക് അവൻ്റെ ശവോടൊക്കെ നമ്മൾ നടത്തണം. അതുകൊണ്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, അവനങ്ങ് ചെയ്യട്ടെ, ശവോടൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് നടത്തിത്തരാം. അമ്മമാർക്ക് ആകെ ഒരു കാര്യം അറിയാവുള്ളൂ. എന്താ? നെഞ്ചത്തടിച്ച് കരയാനും സ്നേഹിക്കാനും ഒന്നുമില്ലാതങ്ങ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ നെഞ്ചത്തടിക്കുന്നതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് അധികം ഈ സ്ത്രീകൾക്ക്. നമ്മൾ അടിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അടിച്ച് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇനി അടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലപോലെ അടിച്ചോണം. നല്ല പമ്പിങ്ങാണ് ഇപ്പുറത്തിരിക്കുന്നവർ. ഈ അമ്മമാരുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. സ്നേഹം കൂടുമ്പം തിരുത്താൻ കഴിയാതെ വണ്ണം കണ്ണ് തിമിരപ്പെട്ടു പോകും. ഗാന്ധാരിക്കും പറ്റിപ്പോയൊരു കുഴപ്പമാണ്. 100 മക്കളുണ്ടായിരുന്നു, പക്ഷെ തിരുത്താൻ പലപ്പോഴും. പക്ഷെ അമ്മ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മൂത്ത മകൻ ദുര്യോധനൻ എല്ലാ ദിവസവും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അമ്മയുടെ അടുക്ക് വരും. എന്തിനാ? ആശീർവാദം മേടിക്കാൻ. അമ്മയോട് പറയും, ഞാൻ യുദ്ധത്തിന് പോകുകയാ, എന്നെ അനുഗ്രഹിക്കണം. മൂത്ത മകനാ ചോദിക്കുന്നത്. ഏതമ്മയാണേലും പറയും, എൻ്റെ പൊന്നു മോനെ നീ പോയി ജയിച്ചു. പക്ഷെ ഈ അമ്മ പറയുന്ന എല്ലാ ദിവസവും
അമ്മ പറയുന്ന ഒറ്റവാചകമാ, യഥോധർമ്മ സ്തതോജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും. ഇങ്ങനെ പറയാൻ അമ്മമാർക്കൊരു കഴിവ് ഉണ്ടാകണം. മക്കളുടെ തെറ്റിനെ തിരുത്താൻ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ മകൻ്റെ പ്രശ്നമായിട്ട് എൻ്റെ അടുക്ക വന്നു. ഞാൻ പ്രശ്നം കണ്ട, മകനല്ല പ്രശ്നം, അമ്മയ്ക്കാണ് പ്രശ്നം. അവർക്ക് മകനെ ഒന്ന് എടാന്ന് വിളിക്കാൻ ഇതുവരെ അറിയത്തില്ല. മക്കളെ മോനെ മോനെ എന്ന് വിളിച്ച് ആ ചെറുക്കൻ വന്ന ബുദ്ധിയായിപ്പോയി. ഇടയ്ക്ക് നിങ്ങളുടെ മക്കളെ വളരെ ശക്തമായി തിരുത്തേണ്ടതിനെ എടാ എന്ന് വിളിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. തിരുത്താൻ പലപ്പോഴും അറിയത്തില്ല. അതിനൊരു കഥയും കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. ഈ ദേശാന്തരികളായ ജിപ്സികളെ കുറിച്ച് പറയുന്ന കഥയാ. അവരിങ്ങനെ യാത്ര ചെയ്യുന്നിടത്ത് വെച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കുമ്പം അവരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. ഏറ്റവും അടുത്തുള്ള ആരാധനാലയത്തിൻ്റെ പടവുകളിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തണം. അമ്മ മാറി നിൽക്കണം. അവിടെയുള്ള മുതിർന്നവർ ചോദിക്കും, നീ എന്താണ് നിന്റെ കുഞ്ഞിനെ ഈ പടവിക്കൊണ്ട് കിടത്തിയിട്ട് പോയത്? വെയിലേറ്റ് നിന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോകത്തില്ലേ? നല്ല മഞ്ഞാണ്, മഞ്ഞ് കൊണ്ട് നിന്റെ കുഞ്ഞ് മരവിച്ചു പോകത്തില്ലേ? അപ്പൊ അമ്മ വന്നിട്ട് പറയണം, അതിന് ഇതെൻ്റേതല്ല, ദൈവം തന്ന ദാനമാ. നിങ്ങൾ എത്ര പേര്, എന്നെ കേൾക്കുന്ന ഈ വശത്തിരിക്കുന്ന സ്ത്രീകളോടുള്ള ആദ്യത്തെ എൻ്റെ ചോദ്യമാ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയെ തൊട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെൻ്റേതല്ല, നീ തന്ന. കുഞ്ഞുങ്ങൾ വല്ല പെസകം കാണിക്കുമ്പോൾ തലയിൽ കൈവച്ചിട്ട് ദേഹത്ത് കൈവച്ചിട്ട് പറയും, ഇത് മുഴുവൻ വിത്ത് ഗുണം 10, ഇത് മുഴുവൻ അധികാന്റെ സ്വഭാവമാണെന്ന് പറയും. അതല്ല നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ടത്. നിങ്ങൾ പറയണം, ഇതെൻ്റേതല്ല, ദൈവം തന്ന. ശങ്കരാചാര്യർ ബാല്യത്തിൽ ആലുവാപ്പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ചോണ്ടിരുന്ന കുഞ്ഞിന്റെ കാലയിൽ ഒരു മുതല പിടിച്ചു. മുതല പിടിക്കുന്നത് കണ്ട് അമ്മ ഓടി വന്ന് കുഞ്ഞിന്റെ കയ്യേക്കര് വട്ടം കെട്ടിപ്പിടിച്ചു. ഒരു വശത്ത് മുതലയും മറുവശത്ത് അമ്മയും പിടിവലിയായി. പിടിവലിക്കിടെ ശങ്കരാചാര്യരുടെ അമ്മ പറഞ്ഞു, എൻ്റെ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഈശ്വരന് തന്നുകൊള്ളാം. അടുത്ത വാചകം എഴുതി ഇങ്ങനെയാണ്, അപ്പോൾ മുതൽ മുതലയുടെ പല്ലിനേക്കാൾ അമ്മയുടെ കൈക്ക് ശക്തി വർദ്ധിച്ചു വന്നു. അമ്മമാർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ നേടാൻ എന്ത് ചെയ്യണം? അവരെ ദൈവസന്നിധി സമർപ്പിച്ചിട്ട് പറയണം, ഇതെൻ്റേതല്ല, ദൈവം തന്ന. ഇവരെ പറഞ്ഞതുകൊണ്ട് ആരും ഞെളിഞ്ഞിരിക്കണ്ട. അപ്പന്മാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ മക്കളെ ദൈവസന്നിധി നിങ്ങൾ കുമ്പിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ മുമ്പാകെ നിങ്ങൾ കുമ്പിടേണ്ടതായിട്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിക്കുന്നത് പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യാനാ അല്ല. അവരോട് പറയണം, നീ ദൈവസന്നിധി കുമ്പിട്ട് പഠിക്കണം, ചിലതിനെ മറക്കണം, ക്ഷമിക്കാൻ പഠിക്കണം. ഈ അഭ്യസനം കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇന്ന് ഓൾഡ് ഏജ് ഹോമുകൾ വളരെയധികം കൂടിപ്പോയത്. 600 മംഗലംകാരെ ഞാൻ കുറ്റം മാത്രം പറഞ്ഞിട്ട് പോകുന്നില്ല. 1-2 നല്ല സാക്ഷ്യവും വികാരിയച്ഛൻ ഉൾപ്പെടെ വേണമെങ്കിൽ ഒന്ന് ഞെളിഞ്ഞു. ഒന്ന്, ഈ ഭവനത്തിലെ ചെറുപ്പക്കാരൻ, അതിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്ക് ഞാൻ കൊടുക്കുക. കാരണം വികാരി പറഞ്ഞു നല്ലൊരു അമ്മയാണെന്ന് പറഞ്ഞു. നികത്തിന് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നോമ്പിലെ നമസ്കാരങ്ങളും കൃത്യമായിട്ട് പള്ളി വരും. ഞാൻ ഉച്ചവരെയുള്ള എൻ്റെ ബലഹീനത കൊണ്ട് സന്ധ്യ വരെയും ഉപവസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈ പള്ളിയിൽ നിന്ന് തന്നെ വേറൊരു പയ്യൻ അവിടെ പഠിക്കുന്നുണ്ട്, കെനിറ്റ്. ഇവിടെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സൗദി ജനിച്ച് വളർന്നവനാ. ഞാൻ രാത്രി നമസ്കാരത്തിന് പള്ളിയിൽ ചേരുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എൻ്റെ കുഞ്ഞ് പള്ളി വരും. എല്ലാ നമസ്കാരങ്ങൾക്കും അവൻ ആദ്യം പള്ളി വരും. അതുകൊണ്ട് 600 മംഗലംകാർ കുറച്ചൊന്നും ഞെളിഞ്ഞോ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. ചെറുപ്പക്കാരിൽ നിന്ന് സാധാരണ എവിടെ ചെന്നാലും 3-4 പെൺപിള്ളേരാണ് പാടുന്നത്. ഈ പാട്ടും ഈ വായനയൊന്നും ബാഹ്യമായിട്ട് മാത്രം ഇച്ചിരിയും കൂടെ മീശയ്ക്ക് കട്ടി കൂടുമ്പം നാളെ പൊതുയോഗത്തിന് എന്ന് അച്ഛൻ്റെ കുത്തിന് പിടിക്കുന്നവന്മാരാകരുത്. മറിച്ച് നിങ്ങൾ കുമ്പിടാൻ പഠിക്കണം, കുമ്പിടുന്നവരായി വളരണം, ദൈവത്തെ കാണുന്നവരായി വളരണം. ചിലതിനോട് നോമ്പ് ഭക്ഷണത്തെ വെറുക്കാനല്ല, ഉപേക്ഷിച്ചു എന്ന് പറയാൻ എളുപ്പമാണ്. നമ്മളെല്ലാം പറയുന്നത് അങ്ങനെ, ഞങ്ങൾ ഇതെല്ലാം. പക്ഷെ നേടേണ്ട സുഹൃതങ്ങളെ നേടിയിടെങ്കിൽ നിന്റെ ഉപേക്ഷ കൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് രണ്ടാമത് സ്വസ്ഥതയുള്ള വെള്ളത്തിനിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കയ്പനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ മറക്കാൻ എനിക്ക് സാധ്യമാകണം. 3, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്നാമത് ഞാൻ പറഞ്ഞു, നീ മരിക്കണം. 2, നീ മറക്കണം. 3, നീ മറയ്ക്കണം. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, ഹൈഡ് യുവർ സെൽഫ്, നിന്നെ തന്നെ നീ മറയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഷോ യുവർ സെൽഫ്, നിന്നെ തന്നെ നീ വെളിപ്പെടുത്തുക.
ഇവിടെ മൂന്നാമത് പറയുകയാണ്, നീ മറയ്ക്കണം. എന്താണ് സഭ? ഇപ്പം സഭയ്ക്ക് നിർവചനങ്ങൾ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയക്കാരാണ്, അല്ലേ? അത് പണ്ട് തൊട്ടേ ഉണ്ട്. ഞായറാഴ്ച ഉച്ചക്കത്തെ ഓരോ ഒലത്ത് വികാരിയാണ്, അല്ലേ? വീട്ടിൽ ചെന്നിരുന്നുകൊണ്ട് ഇന്ന് വികാരി പറഞ്ഞ അനൗൺസ്മെൻറ്റിനെയാണ് നമ്മൾ പിള്ളേരുടെ മുമ്പ് വെച്ച് അച്ഛനെ കുറ്റം പറഞ്ഞാണ് നമ്മൾ ചോറ്. ഇത് കേട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളും വളരുന്നത്. സഭയ്ക്കും ഇന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. എന്താണ് ഒരു സഭ? സഭ എന്നാൽ എ കെയറിങ് ഷെയറിങ് കമ്മ്യൂണിറ്റി, കരുതുന്ന, കാക്കുന്ന, സഹകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേരാണ് സഭ. നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിനൊരു പള്ളിയില്ല, നമുക്കൊരു പള്ളി പണിയണം. എവിടെ പണിയാം? എല്ലാവരും കൂടി അഭിപ്രായം പറയാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, നമുക്ക് ആ മലയുടെ മുകളിൽ പള്ളി പണിയാം, എല്ലാവർക്കും കാണാം, ദേശത്തിനൊരു അനുഗ്രഹമായിട്ട് മലയുടെ മുകളിൽ പണിയാം. മറ്റൊരാൾ പറഞ്ഞു, നമുക്ക് ആ നദിക്കരയിൽ ഒരു പള്ളി പണിയാം, അവിടെയാകുമ്പോൾ നല്ല ആംബിയൻസാ, നല്ല കുളിർക്കാറ്റേറ്റ് നമുക്ക് അവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഉറങ്ങാം. പക്ഷെ കുറേ അഭിപ്രായങ്ങൾക്ക് ശേഷം ഒരു വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനൊരു സ്ഥലം പറയാം, നമുക്ക് അവിടെ പള്ളി പണിയാം. ആ സ്ഥലത്തിന് ഒരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? ചരിത്രം മറ്റൊന്നുമല്ല, ഒരിടത്തൊരപ്പന് 2 ആൺമക്കളുണ്ടായിരുന്നു, ജ്യേഷ്ഠാനിയന്മാർ. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞ ആ മക്കൾക്ക് അപ്പൻ അവരുടെ സ്ഥലം, ഭൂമി തുല്യമായി വീതിച്ചു കൊടുത്തു. തുല്യമായി വീതിച്ചു കൊടുത്ത ആ ഭൂമിയിൽ അവർ ഒരുപോലെ അധ്വാനിച്ചു. നന്നായി വിളവുണ്ടായി. ആ വിളവുകളെ, ഗോതമ്പിനെ കൃത്യമായി അവർ പകുത്തെടുത്തു, തുല്യമായി പകുത്തെടുത്തു. രാത്രിയിൽ വീട്ടിൽ ചെന്ന ജ്യേഷ്ഠൻ ചിന്തിച്ചു, എൻ്റെ സഹോദരനോട് സ്നേഹമുള്ള ഒരു ജ്യേഷ്ഠനാണ് ഞാനെങ്കിൽ തുല്യമായിട്ടല്ലായിരുന്നു വീതിക്കേണ്ടത്. ഒരു പിടി ഗോതമ്പെങ്കിലും എൻ്റെ അനുജന് ഞാൻ കൂടുതൽ കൊടുക്കേണ്ടതായിരുന്നു. അനുജനും രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് ചിന്തിച്ചു, എൻ്റെ ജ്യേഷ്ഠനോട് ആദരവും ബഹുമാനവും സ്നേഹവുമുള്ളവനായിരുന്നുവെങ്കിൽ തുല്യമായിട്ടല്ലായിരുന്നു വീതിക്കേണ്ടുന്നത്. ഒരു പിടി ഗോതമ്പെങ്കിലും എൻ്റെ ജ്യേഷ്ഠന് കൂടുതൽ കൊടുക്കണം. രാത്രിയിൽ 2 പേരും ഇരുട്ടത്ത് ഓരോ ചാക്ക് ഗോതമ്പുമായി പരസ്പരം വീടുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഇരുട്ടത്ത് രാത്രിയിൽ വരമ്പിങ്കൽ വെച്ച് ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ കൂട്ടിമുട്ടി. അവരാ ചാക്കിൻ്റെ പുറത്ത് രാവിളക്കുവോളം കെട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്ത് ചുംബച്ചുകൊണ്ട് രാവിളക്കുവോളം അവിടെ ചിരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, ആ സഹോദരന്മാർ കൂട്ടിമുട്ടിയിടത്ത് നമുക്കൊരു പള്ളി, നിങ്ങളുടെ 600 പള്ളി ഇങ്ങനെ കണ്ടെത്തിയ സ്ഥലമാണോ? കോട്ടയത്ത് ഒരു വലിയ പള്ളിയിൽ സ്ഥിരം അടിയാ. അപ്പം ഈ അടുത്തിടയിൽ എന്നെ ഒന്ന് പ്രസംഗത്തിന് വിളിച്ചു. ഞാൻ ഇച്ചിരി തല്ലുപുള്ളി അച്ഛനായതുകൊണ്ടായിരിക്കും. അവരെന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് വന്ന് പ്രസംഗം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ കലഹം തീരാത്തത്? അപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞ് എനിക്ക് വളരെ രസകരമായി തോന്നി. അച്ഛാ, ഈ പള്ളിയുടെ കൂട്ട് കയറ്റിയപ്പം അതിൻ്റെ ഒരു ഉത്തരം ഇടത്തോട്ട് മാറി. അതുകൊണ്ട് ഇവിടുത്തെ കലഹം ഒരിക്കലും നീ ചൊവ്വാണെങ്കിൽ നീ ചെല്ലുന്നിടത്ത് ഒരു പ്രശ്നവും. എന്താ പള്ളി? 600 പള്ളിക്കാരോട് ഈ ധ്യാനം കേട്ട് കഴിയുമ്പം എനിക്കുള്ള റിക്വസ്റ്റ് അതാ, ദേവാലയം സഹോദരനെ സഹോദരനായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇടത്തിൻ്റെ പേരാ. അവിടെ വിദ്വേഷങ്ങളില്ല. അവരൻ്റെ ബലഹീനതയെ ഉയർത്തിക്കാണിക്കാനുമല്ല. ഞങ്ങൾ വൈദികരും പൂർണ്ണരൊന്നുമല്ല. ഞങ്ങളെപ്പോഴും അതുകൊണ്ട് ദൈവസന്നിധിയിൽ ബലഹീനരാണെന്ന് അഡ്മിറ്റ് ചെയ്ത് തന്നെ ഇറങ്ങിപ്പോരുന്നവരാ. പക്ഷെ നമ്മൾ പലപ്പോഴും ദേവാലയം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? മറ്റൊരുവൻ്റെ ബലഹീനതയെ ഉയർത്തി പിടിക്കാൻ വേണ്ടിയിട്ടാ. അത് 10 പേരോട് കൊട്ടിഘോഷിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാറില്ല. എന്നാൽ ബുദ്ധമതത്തിൽ പറയാറുണ്ട്, 3 രത്നാസ്, 3 രത്നങ്ങളെ കുറിച്ച് പറയും. അവരുടെ ഒരു വലിയ പോളിസിയാ, സംഘം ശരണം ഗച്ഛാമി, ഐ ടേക്ക് റെഫ്യൂജി ഇൻ കമ്മ്യൂണിറ്റി. ഞാൻ എൻ്റെ സംഘബലത്തിൽ ആശ്രയിക്കും. എന്തിനു വേണ്ടിയിട്ടാ? എന്നെ കരുതുന്ന, എന്നെ കാണുന്ന, എൻ്റെ ബലഹീനതയെ കൊട്ടിഘോഷിക്കാതെ അതിനെ മറയ്ക്കുന്ന സമൂഹത്തിൻ്റെ പേരാണ് എന്ത്? ദേവാലയം. നിങ്ങൾ ഈ നോമ്പെടുക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയോട് ചേർന്ന് ചിന്തിക്കാൻ ഒന്നാമത് പറ്റണം, എന്നോട് കലഹിച്ചിട്ടുള്ളവരോട്, ഞാൻ കലഹിച്ചിട്ടുള്ളവരോട് രമ്യതപ്പെടാതെ എത്ര കുർബാനയിൽ ഞാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പം, അടുത്ത ആഴ്ചയല്ല നാളെ പള്ളിയിൽ ചെല്ലുമ്പം
നിങ്ങളോട് കലഹിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് കലഹം തോന്നിയിട്ടുള്ളവരാണ് മുഖത്തോട്ട് നോക്കിയിട്ട് ഒന്ന് ചിരിച്ച് കാണിക്കണം. ചിലപ്പോൾ നാളെ അച്ഛാ ഞായറാഴ്ച പള്ളിയിൽ ആൾ കുറവായിരിക്കും, കാരണം ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പണ്ട് ഞാൻ ഈസ്റ്ററിന് എൻ്റെ പള്ളി പറഞ്ഞു, നിങ്ങളെല്ലാവരും പരസ്പരം ഹൃദയപൂർവ്വം കയ്യസ്തൂരി. ആ ഈസ്റ്ററിന് ഭയങ്കരമായിട്ട് ആൾ കുറവായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോടും പറയാറുണ്ട്, എത്ര ക്രൂരനാണെങ്കിലും ഏത് മനുഷ്യൻ നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹം ഒന്ന് ആക്കിച്ചിരിക്കരുത്. നന്നായിട്ട് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി പള്ളിയിലും, അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, എല്ലാ പള്ളിയിലും ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിക്ക് ചിലവുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ പള്ളി നമ്മൾ കാണുന്ന അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സമ്പാദ്യങ്ങളെ കരുതാൻ അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ് അല്ലേ? പണ്ടൊരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ചോദിച്ചു, ഒരു അപ്പനോട് ചോദിച്ചു, അപ്പ ഈ രൂപതയും ഭദ്രാസനവും തമ്മിൽ എന്നാ വ്യത്യാസമെന്ന് ചോദിച്ചു. കത്തോലിക്കരുടെ രൂപതയില്ലേ, അതും നമ്മുടെ ഭദ്രാസനവും, ഈ വാക്കിന് എന്നാ വ്യത്യാസം? അപ്പം അപ്പം പറഞ്ഞു, വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, രണ്ടിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, രൂപത. നമ്മുടെയും പള്ളികൾ പലപ്പോഴും പിരിവിൻ്റെ കേന്ദ്രങ്ങളാണെന്നാണ് നമ്മുടെ ചില അച്ഛന്മാർ വളരെ ക്രെഡിറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര ലക്ഷം രൂപ ഞാൻ ആ പള്ളിക്ക് ബാങ്ക് ബാലൻസ് ഇട്ടിട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ ഒരു വിഡ്ഢി അച്ഛൻ വേറെ ഇല്ല. കാരണം എന്താ? ബാങ്ക് ബാലൻസുകൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരേ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് എന്ത്? കാരണം എന്താ? എത്ര നേരമാണ് പ്രാർത്ഥിക്കേണ്ടേ? 600 മക്കളത്ത് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എത്രയാ സഭ പറയുന്നത്? 7 നേരം. 7 നേരത്തെ പ്രാർത്ഥനയ്ക്ക് പിതാക്കന്മാർ ഒരു കൃഷിക്കാരൻ്റെ അധ്വാനത്തോട് ചേർത്തൊരു ഉപമ പറയാറുണ്ട്. സന്ധ്യ തൊട്ടാണ് ആരംഭിക്കുന്നത്. സന്ധ്യ നിലമുഴുന്നു, സൂത്താറ മുതൽ അങ്ങോട്ട് വരുമ്പോൾ പറയുന്നു വിത്തിടുന്നു, രാത്രിയുടെ 4 കൗമാകൾ കളകളും മുള്ളുകളും പറക്കാരകളും പറിച്ചു നീക്കം ചെയ്യുന്നു, പ്രഭാതത്തിൽ അത് കൊയ്യുന്നു, മെതിക്കുന്നു. 9 മണിയാകുമ്പം സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യുന്നത്? നല്ല വിളവാണെങ്കിൽ വിറ്റ് കാശാക്കി SBIയുടെ പാസ്ബുക്ക് എടുത്ത് രാത്രി നോക്കിയിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന്. പക്ഷെ പിതാക്കന്മാർ പറയുന്നു 9 മണി സമയത്ത് നീ കൊയ്ത് കൂട്ടിക്കൊണ്ടുവന്ന സർവ്വതും നിന്റെ കൂടെയുള്ളവർക്ക് വിഭജിച്ചു കൊടുക്കുന്നു. വീണ്ടും ഒന്നുമില്ലാത്തവനെ പോലെ സന്ധിയിൽ ദൈവസന്നിധിയിൽ അധ്വാനം പുനരാരംഭിക്കുന്നു. ഇതിൻ്റെ പേരാണ് നമസ്കാരം. ഇതാണ് സഭ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? പള്ളിയിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് ബാലൻസ് ഇതാണ് വീട്ടിലും വന്ന് നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും പള്ളി അതിനുള്ള സ്ഥലമല്ല. വളവെങ്കിലൊരു പള്ളിയുണ്ട്, വലിയ വളവാണ്, ഒരുപാട് അപകടങ്ങൾ അവിടെ നടക്കും. അപ്പോൾ പള്ളിക്കാർ കൂടി തീരുമാനിച്ചു, ഇങ്ങനെ മരണങ്ങളൊക്കെ സംഭവിക്കുകയല്ലേ, നമുക്കെന്തോ ചെയ്യാൻ പറ്റും? ട്രസ്റ്റി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു ആംബുലൻസ് മേടിക്കാം, ചത്തവനെ കുഴിച്ചിടാം, പള്ളിയിലോട്ടും കൊണ്ടുവരാം, ചാകാത്തവനെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകാം, കിട്ടുന്ന പൈസ ചാരിറ്റിക്ക് ഒരു രസീത് എഴുതി കൊടുത്താൽ പോരെ. എന്നാത്തിനും നമുക്ക് പിന്നെ പോകാൻ വഴിയുണ്ട്, ഒരു രസീത് നീട്ടി എഴുതി കൊടുത്താൽ പോരെ. പ്രായം ചെന്നാൽ അമ്മച്ചി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അച്ഛാ അതിനേക്കാൾ നല്ലതല്ലേ ആ മതിൽ പൊളിച്ച് ആ വളവൊന്ന് നൂർത്ത് കൊടുത്ത. പിന്നെ ആ തള്ളെ പള്ളി കയറ്റിയില്ലെന്നാണ് പറയുന്നത്. പള്ളി എന്തിനുള്ള സ്ഥലമാ? ധനസമാഹരണത്തിനുള്ള സ്ഥലമല്ല. അത് ദരിദ്രരെ കാണുകയും അവൻ്റെ ബലഹീനതയെ ഉയർത്തി അവനെ ലജ്ജിപ്പിക്കുന്ന ഇടമല്ല, മറിച്ച് അവനെ തന്നോടൊപ്പം കരുതുന്ന ഇടത്തിൻ്റെ, എന്നോടൊപ്പം അവനെ ഉയർത്തിപ്പിടിക്കുന്ന ഇടത്തിൻ്റെ പേരാണ്. കുടുംബത്തിൽ നമുക്കിത് പറ്റി പോകുന്നുണ്ട്, മറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ അധികം കല്യാണമൊന്നും കെട്ടിച്ചിട്ടില്ല, ഒരു 19 പേരെ കെട്ടിച്ചിട്ടുണ്ട്. എല്ലാ കുർബാനയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ അവരും എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി കൊണ്ട് എന്നെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഒരുപാട് തകരാറുകൾ ഇന്നുണ്ടാകുന്നത്? എല്ലാവരും കല്യാണത്തിന് പ്രസംഗിക്കുന്ന കേൾക്കാം, കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. ആണോ? കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ചിലർ പറയും അതൊരു സഫറിങ് ആണെന്ന് പറയും, സഹനമാണ്. ഈ ഒടുക്കത്തെ സഹനമല്ല വേണ്ടുന്നത്. ഞാൻ പറയും വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സാക്രിഫൈസ് ഉണ്ടാകണം, ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ എല്ലാ പരാതികളെയും നമുക്ക് അവസാനിപ്പിക്കാം. എന്ത് ചെയ്താൽ മതി? നമ്മുടെ പരാതി എന്താ? ദൈവം എനിക്ക് തന്നിട്ടുള്ള ആളിനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. എന്നാൽ മറിച്ച് എന്ത് ചെയ്യും? ദൈവം എനിക്ക് തന്നിട്ടുള്ള എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ മാതാപിതാക്കന്മാര്, എൻ്റെ സഹോദരങ്ങള്, അവർക്ക് ഞാൻ എന്തുമാത്രം ജീവിതത്തിൽ സമാധാനവും തൃപ്തിയും കൊടുത്തിട്ടുണ്ട്? ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുകയാണ് നമ്മുടെ കുടുംബജീവിതം കൊണ്ട് ദൈവം
അതുകൊണ്ട് അതൊരു പറുദീസയുടെ പുനഃസ്ഥാപനമാണ്. അച്ഛനിപ്പോൾ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ പറുദീസ വീണ്ടെടുക്കാനുള്ള യാത്രയാണ് നോമ്പ്. പറുദീസയ്ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്താ? അപരന്റെ നഗ്നതയെ ഹനിക്കാതിരിക്കുന്ന സ്ഥലമാണ്. വീഴ്ച ഭാവിച്ച മനുഷ്യൻ ആദ്യം ചെയ്തത് എന്താ? അവന്റെ ബലഹീനതയെ ഉയർത്തി കാണിച്ചു. കുടുംബം എന്തിനുള്ളതാ? എൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതയെ ഉയർത്തിക്കാണിക്കാനുള്ളതല്ല, അത് മറക്കേണ്ടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കുടുംബം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ അതിന്മേൽ പരാതിപ്പെടാനല്ല ദൈവത്തെ വിളിക്കുന്ന സമൂഹമായി നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ മൂന്നാമത് ഈ നോമ്പിൽ നമുക്കൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? അതിനെ മറയ്ക്കണം. അതിനെ മറയ്ക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. പക്ഷെ പലപ്പോഴും നമുക്കത് സാധ്യമാകാതെ പോകുന്നു. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് പോകുക. ശാശ്വതമായ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോയി. അവിടെ പരിചയപ്പെടുത്തി ഇടയനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇടയൻ നമ്മോട് പറഞ്ഞു, നിന്റെ ജീവിതത്തെ നീ ഒന്ന് വെട്ടിപ്പോകാത്ത, വ്യതിചലിക്കാത്ത, നിശ്ചലമായ ജലത്തിനരികിലിരുന്നൊന്ന് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് നോമ്പിൽ തിരുത്ത്. നീ മരിക്കണം. നിന്റെ അഹംബോധത്തെ, ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യണം. 2, നീ മറക്കണം. എപ്പോഴും എനിക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ വലിയ പാറപ്പുറത്തെഴുതുന്നവരാ നമ്മൾ. പക്ഷെ ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പരാതിയല്ല, അത് മണൽപ്പുറത്തെഴുതണം. പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന മണൽപ്പുറത്തെഴുതണം. എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങളെ കരിമ്പാറയ്ക്കുള്ളിൽ എഴുതി വെക്കാൻ നമുക്ക് സാധിക്കണം. നീ മറക്കണം. 3 ഞാൻ പറഞ്ഞു, നീ മറയ്ക്കണം. എന്തെങ്കിലും ബലഹീനതയുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ മറയ്ക്കാൻ നമുക്ക്, ദൈവം എന്തിനാ ഈ ദുരന്തങ്ങളൊക്കെ അയച്ചത്? ജലപ്രളയമായിട്ടും മറ്റ് വരൾച്ചയായിട്ടും മഹാവ്യാധിയൊക്കെ ദൈവം അയച്ചത് എന്തിനാ? കൈപിടിച്ചുയർത്താൻ മനുഷ്യനെ അഭ്യസിപ്പിക്കേണ്ടതിനാ. എന്തിനാ? ചിലർക്ക് ധനം ഒരുപാട് കൊടുക്കുകയും ചിലർക്ക് ഒന്നുമില്ലാത്തവനായി ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. സഹോദരൻ സഹോദരനെ കണ്ടെത്തി സഹോദരതുല്യം ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ മൃഗത്തെ പോലെ നമ്മളും ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകും. അതുകൊണ്ട് ഈ നോമ്പിൽ, ഈ ദേവാലയത്തിൽ, ഇടവകയിലെ അംഗങ്ങളായിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൽ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ട് നമ്മേക്കാൾ പിന്നിലായി ഓടി വരുന്ന ആരെങ്കിലും നമുക്ക് പരിചയമുണ്ടെങ്കിൽ അത് ഏതു വിധത്തിലാണ് നമുക്കവരെ നമ്മോടൊപ്പമാക്കാൻ പറ്റുന്നത്, ആ വിധത്തിൽ സഹായഹസ്തിൻ്റെ ഹസ്തം നീട്ടിക്കൊടുക്കണം. തീറ്റുക തീനില്ലാത്തവനെ. എല്ലാ ദിവസവും ചൊല്ലിയാൽ പോരാ, ഇല്ലാത്തവനോടുകൂടെ പങ്കിടാനുള്ള മനസ്സിൻ്റെ സന്നദ്ധതയും നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഈ പള്ളി ജീവിതം എന്തിനു വേണ്ടിയിട്ടാ? കമ്മിറ്റിയിലിരുന്ന് ഘോരഘോരം വാദിക്കാനും പൊതുയോഗത്തിലിരുന്ന് അച്ഛൻ്റെ പിതാവിൻ്റെ പിതാവിനെ വിളിച്ച് അധിക്ഷേപിക്കാനുമല്ല, മറിച്ച് പൊതുയോഗം എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരുന്നാൾ എന്തിനു വേണ്ടിയിട്ടാ? ആത്മീയ ജീവിതത്തിൻ്റെ പരിശോധനയുടെ ദിവസമാ. പ്രദക്ഷിണം എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ ഈ പള്ളിയിലെ എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ച സാക്ഷ്യത്തെ ഈ സമൂഹത്തോട് അറിയിക്കാനുള്ള പുറപ്പാടിൻ്റെ പേരാ പ്രദക്ഷിണം. ഇതൊന്നും ചെയ്തില്ല എങ്കിൽ ഈ പള്ളി ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? മറ്റുള്ളവരെ മറയ്ക്കാൻ പഠിപ്പിച്ച ഏറ്റവും നല്ല മനുഷ്യനാരാ? ക്രിസ്തുവാ. ഇടുക്കി ഭദ്രാസനം എന്ന മെത്രാപ്പോലീത്ത സേവർ സിനിമേനി മനോഹരമായത് അവതരിപ്പിച്ചു. എന്താ പറഞ്ഞത്? ക്രിസ്തുവിനോളം മനുഷ്യനെ ആദരിക്കാൻ പഠിപ്പിക്കുന്ന മറ്റൊരു ഗുരുവില്ല. എങ്ങനെയാ? ഒരു വേശ്യാസ്ത്രീ അവൻ്റെ അടുക്കൽ വന്നാൽ നാട്ടുകാർ മുഴുവൻ പറയും, അവൾ ആരാണ്? ഒരു വേശ്യാസ്ത്രീ. നമ്മളെങ്ങനെയാ മനുഷ്യരെ കാണുന്നത്? പക്ഷേ ക്രിസ്തു അവളെ കാണുന്നത് എങ്ങനെയാ? തൻ്റെ തലയിൽ തൈലം പൂശാൻ അർഹത ലഭിച്ചവളാണ് ആര്? വേശ്യാസ്ത്രീ. കർത്താവിൻ്റെ വലതുഭാഗത്ത് കിടന്നവനെ നമ്മൾ വിളിക്കും കള്ളൻ. പക്ഷെ ക്രിസ്തു അവനെ പറയും അവൻ കള്ളനാ. ലോകപ്രകാരമുള്ള ഭൗതിക വസ്തുക്കൾ മോഷ്ടിക്കുന്നവനല്ല, പറുദീസയെ മോഷ്ടിക്കുന്നവനാണ് കർത്താവിൻ്റെ അരികിൽ കിടക്കുന്ന കള്ളൻ. മനുഷ്യനെ ആദരിക്കാൻ ക്രിസ്തുവാ പഠിപ്പിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി നല്ലൊരു പുഞ്ചിരി കൊടുക്കണം. അവരെ നമ്മോടൊപ്പം ഉയർത്തിപ്പിടിക്കാനുള്ള സന്നദ്ധത ഈ നോമ്പിൽ സൃഷ്ടിച്ചെടുക്കണം. കഥ പറഞ്ഞുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു. നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സുകാരൻ വണ്ടിയുമായിട്ട് ഓടി വന്നു. കത്തുന്ന കെട്ടിടത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റി. നാട്ടുകാരെല്ലാം കൈവായി വിളിച്ചു.
അവരെല്ലാം അയ്യം നില വിളിച്ചു. ചെറുപ്പക്കാരെല്ലാം ചാടി പുറത്തേക്ക് ഇറങ്ങി. ഒരു പ്രാകാരത്തിൽ തീ കെടുത്തി. നാട്ടുകാർ ചോദിച്ചു, ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ധൈര്യം അപാരം, അതുകൊണ്ട് നിനക്കൊരു സമ്മാനം തരാം. 10,000 രൂപ നീ എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഈ 10,000 രൂപ കൊണ്ട് എന്തോ ചെയ്യാൻ പോവാ? ഡ്രൈവർ പറഞ്ഞു, ഞാൻ എൻ്റെ വണ്ടിക്ക് ആദ്യം ഒരു ബ്രേക്ക് പിടിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം, എല്ലാവരും പ്രസംഗമൊക്കെ ഉറങ്ങാതെ കേട്ടു അല്ലേ? കുറച്ച് പേര് ഇരുട്ടത്തിരുന്നുകൊണ്ട് എനിക്കറിയത്തില്ല. എല്ലാവരും ഉറങ്ങാതെ കേട്ടുവെന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് ഈ ശ്രവണം? അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. മദർ തെരേസയുടെ പിൻഗാമിയായി വന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവർ മരിച്ചു, സിസ്റ്റർ നിർമ്മല. അവർ മരിച്ചപ്പം മലയാള മനോരമ ഒരു ക്യാപ്ഷൻ കൊടുത്തത് ഇങ്ങനെയാണ്: പേരിന് ജീവിതം കൊണ്ട് ഒരു നിർവചനം. ഓർത്തഡോക്സി പറയാനുള്ളതല്ല, പ്രവൃത്തിയിൽ കാണിക്കാനുള്ളതാണ്. ഓർത്തോഡോക്സോ അല്ലെങ്കിൽ ഓർത്തോഡോക്മ എന്ന് പറഞ്ഞ് പ്രവൃത്തി കാണിക്കാനുള്ളത്. അതുകൊണ്ട് അതും കൂടെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന തോമസ് രാജു അച്ഛനോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഈ ഭവനക്കാരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എന്നെ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങളോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.